2014 ബി ജെ പിക്ക് കിട്ടിയ സീറ്റ് എന്ന് പറഞ്ഞ 282 സീറ്റാണ്. ഞാൻ പറയണ കേക്ക് പറയണ ഇതാണ് നിങ്ങളെ സ്വഭാവം. ഈ സ്വഭാവമായിട്ട് ചർച്ചയ്ക്ക് വരരുത്. കേൾക്കണോ? ചോദിച്ചല്ലോ, കേൾക്ക്, അങ്ങോട്ട് കേൾക്ക്, മര്യാദക്ക് കേൾക്കണോ? 2014 ബി ജെ പി 31% വോട്ട് 2014 ബി ജെ പി വാങ്ങി. 282 സീറ്റ് വാങ്ങി. എൻ ഡി എക്ക് അന്ന് 303 സീറ്റായിരുന്നു. അന്ന് എൻ ഡി എക്ക് 38% വോട്ടുണ്ട്. 2019 ബി ജെ പിക്ക് 303 സീറ്റും എൻ ഡി എക്ക് 45% വോട്ടുകളും 2019 ഈ 2024 കാണാം. നമുക്ക് ജൂൺ മാസം 4-ാം തീയതി കാണാം. 50% വോട്ടും 400 സീറ്റും വാങ്ങി. നിങ്ങൾ മത്സരിക്കുന്നത് CPM മത്സരിക്കുന്നത് അനിൽ CPM മത്സരിക്കുന്നത് 4 സീറ്റിനാണ്. ഇന്ത്യ മുന്നണി മത്സരിക്കുന്നത് അവർ 40 സീറ്റിനാണ്. ബി ജെ പി മത്സരിക്കുന്നത് 400 സീറ്റിനാണ്. 400 സീറ്റ് വാങ്ങി ബി ജെ പി ഈ പ്രാവശ്യം അധികാരത്തിൽ വരും. വീണ്ടും അധികാരത്തിൽ വരും. ആ അധികാരത്തിൽ വരുമ്പോൾ ഒരു കനൽത്തരിയെങ്കിലും കേരളത്തിൽ നിന്ന് അങ്ങോട്ട് വേണം. DMK-യുടെ പിൻബലം കൊണ്ട് ഈ കോയമ്പത്തൂർ സീറ്റ് പോലും ഇവർക്ക് CPM-മാർക്ക് കൊടുത്തില്ല. അത് DMK ഏറ്റുവാങ്ങി. കാരണം എന്താ? അവിടെ BJP ജയിക്കാൻ പോവുകയാണ്. BJP-യുമായി മത്സരിക്കാനുള്ള നട്ടലില്ല. നേരത്തെ അനിലിന്റെ നട്ടല് പറഞ്ഞല്ലോ, നട്ടലുള്ളവൻ സമ്മതിക്കും ഈ റോഡുകൾ കേടാണെന്ന്. നട്ടലുള്ളവൻ സമ്മതിക്കും. നട്ടലില്ലാത്തവൻ, നട്ടല് വളഞ്ഞവൻ ഈ റോഡ് കേടാണെന്ന് സമ്മതിക്കും. കഴിഞ്ഞ തവണ 1 ഇക്കുറി എത്ര സീറ്റ് കിട്ടും LDF-ന്? ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ കാണുന്നത്. കാരണം BJP ഗവൺമെന്റ് ഈ രാജ്യത്തെ അതിദരിദ്ര രാജ്യമാക്കി മാറ്റിയിരിക്കുന്നു. 23 കോടി മനുഷ്യരാണ് ഈ രാജ്യത്ത് പട്ടിണി കിടക്കുന്നത്. പണമുള്ളവനും പണമില്ലാത്തവനും തമ്മിലുള്ള അന്തരം, അസമത്വം വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അദാനിയും അംബാനിയും ഉൾപ്പെടെയുള്ളവർ അതിസമ്പന്നരായി മാറുന്നു. ഈ രാജ്യത്തെ സാധാരണക്കാരായ മനുഷ്യർ പട്ടിണിക്കാരായി മാറുന്നു. അവർക്ക് യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇല്ലാത്ത നാടായി നമ്മുടെ നാട് മാറി. ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ അദാനി ഉൾപ്പെടെയുള്ള കോർപ്പറേറ്റുകൾക്ക് വിൽപ്പന നടത്തി കഴിഞ്ഞു. ഇവിടെ ഇന്ത്യൻ റെയിൽവേ ആണെങ്കിലും അതിന്റെ ട്രെയിനുകളും സ്റ്റേഷനുകളും വിൽപ്പന നടത്തുന്നു. എയർപോർട്ടുകൾ, അതോടൊപ്പം തന്നെ പോർട്ടുകൾ, ഈ റോഡുകൾ, പൈപ്പ് ലൈൻ പദ്ധതികൾ എല്ലാം ഈ രാജ്യത്തെ അദാനിമാർക്കും അംബാനിമാർക്കും കോർപ്പറേറ്റുകൾക്കും വിൽപ്പന നടത്തി പോയിക്കൊണ്ടേയിരിക്കുന്നു. ഏതാ വിഴിഞ്ഞ ആരാ വിൽപ്പന നടത്തിയത്? അല്ല, വിഴിഞ്ഞ അദാനിയാണ്. ആരാ വിൽപ്പന നടത്തിയത്? അതെ, ആരാണ് വിൽപ്പന നടത്തിയത്? അദാനിയാണ്. വിൽപ്പന നടത്തിയത് ആര്? കേൾക്കൂ, അദാനിക്ക് ആ പോർട്ട് വിൽപ്പന നടത്തിയത് ഈ ഇരിക്കുന്ന കൂട്ടുമുന്നണിയാ, UDF-ന്റെ മുന്നണിയാ. UDF-ആ വിൽപ്പന നടത്തുന്നത്. അപ്പൊ ഈ രാജ്യത്തിന്റെ സമ്പത്ത് വിൽപ്പന നടത്തുന്നതിന് തുടക്കം കുറിച്ചതാര്? ഈ രാജ്യത്തിന്റെ സമ്പത്ത് വിൽപ്പന നടത്തുന്നതിന് തുടക്കം കുറിച്ചത് ഈ രാജ്യത്തെ 2ാം UPA ഗവൺമെന്റ് ആണ്. ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാത്ത കാലത്ത് ഇവിടെ 2ാം UPA ഗവൺമെന്റ് ആണ് വിൽപ്പന നടത്തിയത്. അതോടൊപ്പം തന്നെ ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് എത്ര സീറ്റ് ലഭിക്കുമെന്നതാണ് ചോദ്യം. നിങ്ങൾ നോക്കൂ, ഈ നാടിനകത്ത് UDF-ന്റെ MP-മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. ഈ കേരളത്തിന് വേണ്ടി അവർക്ക് നാവ് ഉയർത്താൻ കഴിയില്ല. ED-ക്കാണെങ്കിൽ ED-യെ ഭയമാണ്. ചന്ദ്രിക ദിനപത്രത്തിൽ ED വന്ന് കയറി ഇറങ്ങിയത് ഈ നാട് കണ്ടു. പാവപ്പെട്ട ഹൈദരലി തങ്ങളെപ്പോലും മരണത്തിന്റെ തൊട്ടു മുന്നേ ED-ക്ക് മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞവരാണ് ഈ മുസ്ലിം ലീഗിന്റെ നേതൃത്വം എന്നത് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. അതുകൊണ്ട് ED-യെ ഭയപ്പെട്ട് ഇവിടെ ET മുഹമ്മദ് ബഷീറോ ലീഗിന്റെ പ്രതിനിധികളോ കോൺഗ്രസിന്റെ പ്രതിനിധികളോ ഈ നാടിനകത്ത് സംഘപരിവാരത്തെ പ്രതിരോധിക്കാൻ അവർക്ക് കഴിയില്ല എന്ന് ഈ നാട് കാണുന്നു. അതോടൊപ്പം തന്നെ ഈ കേരളത്തിന് വേണ്ടി ശബ്ദിക്കാൻ, കേരളത്തിന്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങാൻ, കേരളത്തിന് അർഹതപ്പെട്ടത് ചോദിച്ചു വാങ്ങാൻ ഈ കേരള ഗവൺമെന്റ് രാഷ്ട്രീയത്തിന് അതീതമായി മുന്നോട്ട് പോയപ്പോൾ, നിയമ പോരാട്ടത്തിന് പോയപ്പോൾ, ഡൽഹിയിൽ സമരത്തിന് പോയപ്പോൾ ഒറ്റപ്പെടുത്തിയത് UDF ആണ് എന്ന് ഈ നാട് തിരിച്ചറിയുന്നുണ്ട്. ഞങ്ങൾക്ക് 400 സീറ്റ് കിട്ടും. നിങ്ങൾക്ക് എത്ര സീറ്റ് കിട്ടും? ഒറ്റ കാര്യം, ഉത്തരമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ഇടതുപക്ഷത്തിന് സീറ്റ് വർദ്ധിക്കുമെന്നതാണ് ഞാൻ പറയുന്നത്.
ഇവിടെ ഉണ്ടായിരുന്ന അക്കൗണ്ട് പൂട്ടിച്ചതാ CPM ഇടതുപക്ഷം മറക്കണ്ട. ഈനാമ്പേച്ചിക്കും മരപ്പട്ടിക്കും ഈനാമ്പേച്ചിക്കും മരപ്പട്ടിക്കും വോട്ട് ചോദിക്കേണ്ട ഗതികേടിലേക്ക് പോകുമെന്ന് പറഞ്ഞത് ബാലനാണ്. BJP അല്ല. ഈനാമ്പേച്ചിക്കും മരപ്പട്ടിക്കും വോട്ട് ചോദിക്കേണ്ട ഗതികേടിലേക്ക് നിങ്ങൾ പോകും. ഈ കേരളത്തിൽ വന്നാലും ഒരു സംശയവും വേണ്ട, ഈ കേരളത്തിൽ 20 സീറ്റും ഇടതുപക്ഷം വിജയിക്കുക തന്നെ ചെയ്യും. എങ്ങോട്ട് പോവും നൗഷാദ് ഖാ? 20 അവര് കൊണ്ടുപോകും. അവര് മത്സരിക്കുന്നത് ചിഹ്നം നിലനിർത്താൻ വേണ്ടി. ചിഹ്നം നിലനിർത്താൻ മത്സരിക്കുകയാണ്. അമിത്ഷായെ കാണുമ്പോൾ എനിക്ക് പേടിയാണ് എന്ന് പറഞ്ഞ പാർലമെന്റിൽ ചർച്ച നടക്കുമ്പോൾ അമ്യൂസ്മെന്റ് പാർക്കിൽ പോയ ആരിഫ് അടക്കം തോറ്റ് 2020 ഞങ്ങൾ വിജയിക്കും ഇത്തവണ കേരളത്തിൽ. 2020 ഒരു സംശയമില്ല. BJP ഇവിടെ ഇല്ല, അവര് ചിത്രത്തിലേ ഇല്ല. കാഴ്ചക്കാരാണ്. തമ്മിലാണ്. LDF സമ്പൂജ്യമാവുകയും UDF 2020 അടിക്കുകയും ചെയ്യും. അതിലൊരു തർക്കമില്ല. LDF ചിഹ്നം നിലനിർത്താനാണ്. അവർക്ക് ഏറ്റവും നല്ല ചിഹ്നം ഏതാ അറിയോ? LDF ഏറ്റവും നല്ല ചിഹ്നം. കാണിക്കുന്നത് BJP അവര്